CPM-നെ വെട്ടിലാക്കി വടക്കാഞ്ചേരി കോഴ വിവാദം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രന്റെ വോട്ട് നേടാൻ 50 ലക്ഷം രൂപ കോഴ നൽകിയതിന്റെ ശബ്ദരേഖ പുറത്ത്. സംഭവം CPM നിഷേധിച്ചതിന് പിന്നാലെ ലീഗ് സ്വതന്ത്രൻ KU ജാഫറിനെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പാർട്ടിയില്ലാത്ത ആളുകൾക്കും പ്രസിഡന്റാവാലോ. എല്ലാന്നിലും മുസ്തഫ 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ വലുത് നമ്മുടെ അഭിമാനം വലുത്, പാർട്ടിയെ വലുത്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. എന്ത് സേഫ് ആണ്? പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രൻ KU ജാഫറിന് LDF അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ നൽകിയത് 50 ലക്ഷം രൂപ കോഴ. CPM മുന്നോട്ട് വെച്ചത് 2 നിർദ്ദേശങ്ങളായിരുന്നു. അതിലാദ്യത്തേത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്യൽ, രണ്ടാമത്തേത് 50 ലക്ഷം കൈപ്പറ്റി വോട്ട് നൽകുക എന്നായിരുന്നു. ഇതിൽ പണം വാങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗമായിരുന്ന KU ജാഫർ CPM-ന് അനുകൂലമായി വോട്ട് നൽകി. മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗമായിരുന്ന KU ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയും പിന്നീട് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു. 7 സീറ്റുകളുമായി LDF-ഉം UDF-ഉം തുല്യ നിലയിലായ ബ്ലോക്കിൽ ജാഫറിന്റെ വോട്ടോടുകൂടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് PI ഷാനവാസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് 50 ലക്ഷം രൂപയുടെ കോഴ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ശബ്ദരേഖ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര വിജിലൻസിൽ പരാതി നൽകി. എന്നാൽ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാത്ത ജാഫർ പൊതുസേവകൻ എന്ന വിഭാഗത്തിൽപ്പെടാത്തതിനാൽ പരാതിയിൽ അന്വേഷണം നടത്താനാകുമോ എന്ന് വിജിലൻസ് പരിശോധിക്കുകയാണ്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്നും തങ്ങൾക്ക് പരാതി അന്വേഷിക്കാനായില്ലെങ്കിൽ പോലീസിന് കൈമാറുമെന്നുമാണ് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതേസമയം അന്തസ്സുണ്ടെങ്കിൽ വടക്കാഞ്ചേരിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജിറ്റ് ആവശ്യപ്പെട്ടു. പരസ്യമായി കോഴ വാഗ്ദാനം ചെയ്തു എന്ന് ഓഡിയോ ക്ലിപ്പിംഗ്സിലൂടെ ആ അംഗം ശ്രീ ജാഫർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിരക്കച്ചവടത്തിലൂടെ കൈക്കലാക്കിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ജനാധിപത്യത്തിന് ഒരു വ്യക്തമായ ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതി CPM-ഉം ഇടതുപക്ഷവും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. കോൺഗ്രസ് വിമർശനങ്ങൾ തള്ളിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരവസരവാദ നിലപാടും LDF സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ആരെയും ചാക്കിട്ട് പിടിക്കാൻ LDF ഇല്ലെന്നും കുതിരക്കച്ചവടമല്ല പാർട്ടിയുടെ നിലപാടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡന്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIM-നില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വാർത്തകളെ വഴിതിരിച്ചുവിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് കോഴ വിവാദത്തിന് പിന്നിലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. LDF ചാക്കിട്ട് പിടിച്ചിട്ടില്ലെന്നും ഇത് പാർട്ടിയുടെ നയമല്ലെന്നും അബ്ദുൽ ഖാദറും അറിയിച്ചു. വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDF-ൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ സത്യസന്ധമായിട്ട് പറയാം, അത്തരത്തിൽ ഒരു ശ്രമവും ഈ ജില്ലയിൽ സംസ്ഥാനത്തൊരിടത്തും ഞങ്ങൾ നടത്തിയിട്ടില്ല. തങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജാഫറിനെ ദിവസങ്ങൾക്ക് മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ അനുഭവിക്കണമെന്നതാണ് നിലപാടെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദും പറഞ്ഞു. നടന്നത് എന്ന് ബോധ്യപ്പെടുന്നു. ആ കാര്യത്തിൽ തക്കതായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവിടെ ജനറൽ സെക്രട്ടറി നേതൃത്വത്തിൽ അന്വേഷിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. UDF-നുള്ളിൽ ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം രൂക്ഷമാണ്. ഇതിനിടയിലാണ് KU ജാഫറിന്റെ കോഴ വിവാദം പുറത്തു വന്നതെന്നും ശ്രദ്ധേയമാണ്. ജനം, തൃശൂർ.